കർബല കൂട്ടക്കൊല എന്താണ്? നമ്മളൊക്കെ ചെറുപ്പത്തിലെ കർബലയെക്കുറിച്ച് കേൾക്കാറുണ്ട്. കർബല എന്നത് വലിയ ദുരന്തമാണ്, വലിയ കണ്ണുനീരിൻ്റെ കഥയാണ് എന്നൊക്കെ നമ്മൾ പാട്ടിലും പ്രസംഗത്തിലൊക്കെ കേൾക്കാറുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കർബല? 2-3 ദിവസം വിശദീകരിച്ചാലും തീരാത്ത അത്രയും വലിയ ഒരു ചരിത്രമാണ് കർബല. എങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് തരാണെങ്കിൽ സംക്ഷിപ്തമായ രൂപത്തിൽ നമുക്ക് എന്താണ് കർബല എന്ന് വിശദീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. നമ്മുടെ ഇടയിൽ ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇവർ രണ്ടാളും ഇരട്ടകളാണ്. ഇരട്ടകളല്ല. ഹസൻ റളിയല്ലാഹു അൻഹു മൂത്ത ആളും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇളയ ആളുമാണ്. 1 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ അവർ തമ്മിലുള്ളൂ. അവരെക്കുറിച്ച് ഉള്ള പ്രധാന ചരിത്രമാണ് കർബല. പ്രധാനമായും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം മുആവിയ ഞാനാണ് ഖലീഫ എന്ന് പ്രഖ്യാപിച്ചു. ആ സമയം സിറിയക്കാർ മുഴുവനും മുആവിയക്ക് ബൈഅത്ത് ചെയ്തു. കൂഫക്കാർ മുഴുവനും ഹസൻ റളിയല്ലാഹു അൻഹുവിനും ബൈഅത്ത് ചെയ്തു. മുസ്ലിം ലോകം 2 ആയി സ്പ്ലിറ്റായി. ഇവർ 2 പേരും തമ്മിൽ ഒരു ഘോരമായ 3ാമത്തെ ആഭ്യന്തര യുദ്ധം നടക്കുമെന്ന വക്കിലെത്തിയപ്പോൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. അദ്ദേഹം ഇങ്ങനെ വീണോണ്ടും എഴുന്നേറ്റോണ്ടൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് റസൂൽ മിമ്പറിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി ഹസനെ വാരി എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഈ മകൻ എൻ്റെ ഉമ്മത്തിൻ്റെ നേതാവാണ്, ഇവൻ വീഴുന്നത് കാണാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വാരിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം മുആവിയോട് പറഞ്ഞു, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ് നിങ്ങൾ എന്നെ രാജാവായി തുടരണം, ഖലീഫയായി തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിക്കോ, ഞാൻ ഇനി ഒരു രക്തച്ചൊരിച്ചിലിനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൂഫയിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞ് അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചുപോയി. വലിയ ഒരു മാതൃകയാണ് ഹസൻ റളിയല്ലാഹു അൻഹു അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ലോകം മുഴുവൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നേതാവായി അംഗീകരിക്കുന്നതും അതുകൊണ്ടാണ്. ഷിയാക്കളായാലും സുന്നികളായാലും ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒതന്റിസിറ്റിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നുമില്ല. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനമൊഴിച്ചിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പോലും യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ ജ്യേഷ്ഠ സഹോദരനോടുള്ള ബഹുമാനം കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടൊപ്പം മദീനയിലേക്ക് തിരിച്ചു വന്നു. ഹസൻ റളിയല്ലാഹു അൻഹു മരിക്കാൻ, അദ്ദേഹത്തിൻ്റെ മരണശേഷം മുആവിയ തൻ്റെ മകനായ യസീദിനെ, യസീദ് ഒരു സഹാബിയല്ല, താബിആൻ, തൻ്റെ മകനായ യസീദിനെ എന്ത് ചെയ്തു? തനിക്ക് ശേഷമുള്ള ഖലീഫയായി നിർണയിച്ചു. ആ കാലഘട്ടത്തിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. ഒരുപാട് ഖലീഫയാവാൻ അർഹതയുള്ള സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മുആവിയ യസീദിനെ തനിക്ക് ശേഷമുള്ള ഖലീഫയായി നിർണയിക്കുകയുണ്ടായി. മുആവിയയുടെ മരണത്തോടുകൂടി മുസ്ലിം ലോകം 3 പേരിലേക്ക് ഉറ്റുനോക്കി. അതിൽ ഒന്നാമത്തെയാൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. ബദർ യുദ്ധത്തിന് ശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും പ്രവാചകന്റെ കൂടെ സജീവമായി പങ്കെടുത്ത, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വികാസത്തിന് വേണ്ടി വലിയ ഒരു സംഭാവന നൽകിയ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിലേക്കാണ് ഒന്നാമതായി മുസ്ലിം ലോകം മുഴുവൻ ഉറ്റുനോക്കിയത്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ബൈഅത്ത് ചെയ്യുമോ? അദ്ദേഹം ബൈഅത്ത് ചെയ്തു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു പങ്കാളിത്തവും നിർവഹിച്ചില്ല. അദ്ദേഹം തൻ്റെ ഇബാദത്ത്, തഹജ്ജുദ്, അദ്കാറുകൾ, തിലാവത്ത്, അതുപോലെ തന്നെ തൻ്റെ തഅലീമൊക്കെ ആയിട്ട് അദ്ദേഹം ആത്മീയമായ ഒരു ജീവിതം നയിക്കുകയുണ്ടായത്. രണ്ടാമത്തെ ആളെ ഉറ്റുനോക്കിയത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹം വലിയൊരു സഹാബിയാണ്, സഹാബിയുടെ മകനാണ്, സഹാബിയാണ്. അദ്ദേഹം ബൈഅത്ത് ചെയ്യാൻ തയ്യാറായില്ല, യസീദിന്റെ ഖിലാഫത്ത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി. മൂന്നാമതായി മുസ്ലിം ലോകം ഉറ്റുനോക്കിയ ആളാണ് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിലായിരുന്നു മുആവിയ മരിക്കുമ്പോൾ. യസീദ് ഭരണമേറ്റെടുത്ത ഉടനെ മദീനയിലെ ഗവർണർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വന്നിട്ട് ബൈഅത്ത് ചെയ്യണം, കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കലാപം നടക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ബൈഅത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി. മക്കയിൽ താരതമ്യേന ഉമവികളുടെ സ്വാധീനം കുറവായിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് പോയി. ഈ വിവരം
ആരറിഞ്ഞു? കൂഫക്കാരറിഞ്ഞു. കൂഫക്കാര് ഒരു എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ തക്കം പാർത്ത് നിൽക്കായിരുന്നു. ആരെ തിരിച്ചടിക്കാൻ? ഉമവികളെ തിരിച്ചടിക്കാൻ. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനേക്ക് തിരിച്ചടിക്കാൻ കൂഫക്കാർ തക്കം പാർത്ത് നിൽക്കായിരുന്നു. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തയക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒട്ടകത്തിന് ചുമക്കുമാർ അത്രയും കത്തുകൾ കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശം നിറഞ്ഞു. അവസാനം അദ്ദേഹം തന്റെ മച്ചിനനായ തന്റെ കസിനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് പറഞ്ഞയക്കാൻ അദ്ദേഹം പറഞ്ഞു, നീ ഒന്ന് കൂഫയിൽ പോയി എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്നൊന്ന് അന്വേഷിക്ക്. അവിടെ വെറുതെ പറയാണോ അതല്ല അവർ തയ്യാറായിട്ട് തന്നെ പറയാണെന്നൊന്ന് അന്വേഷിക്ക്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം കൂഫയിലേക്ക് പോവാൻ. കൂഫയിലേക്ക് അദ്ദേഹം എത്തേണ്ട താമസം 12,000 ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തു. ഈ 12,000 ആളുകൾ മുഴുവൻ ഗോത്രത്തലവന്മാരാണ്. അവരുടെ കീഴിൽ വേറെയും ആളുകളുണ്ട്. ഇത്രയും വലിയ ജനപദം തനിക്ക് ബൈഅത്ത് ചെയ്തറിഞ്ഞപ്പോ ആ നിമിഷം മുസ്ലിം ഇബ്നു അഖീൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എഴുതി, ഒന്നും ചിന്തിക്കണ്ട, ഒട്ടും താമസിപ്പിക്കണ്ട, പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. കാരണം ഇവിടെ ജനങ്ങൾ തയ്യാറാണ്, ശക്തമായി അവര് നമ്മോടൊപ്പമുണ്ട് എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് എഴുതി. ഈ സമയം ഈ ബൈഅത്തും മുസ്ലിം ഇബ്നു അഖീലിന്റെ ഈ എത്തിച്ചേരലുമെല്ലാം ആരറിഞ്ഞു? സിറിയയിലെ ഷാമിലെ യസീദ് അറിഞ്ഞു. മുആവിയുടെ മകൻ യസീദ് അറിഞ്ഞു. അദ്ദേഹമാണല്ലോ ഇപ്പൊ സ്വയം പ്രഖ്യാപിത ഖലീഫ. അദ്ദേഹത്തിന്റെ ഏറ്റവും ക്രൂരനായ, കുറുക്കന്റെ ബുദ്ധിയും കരടിയുടെ ക്രൂരതയുമുള്ള ഇബ്നു സിയാദ് എന്ന് പറയുന്ന മനുഷ്യനെ കൂഫയിലേക്ക് പറഞ്ഞയക്കാൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് 17 ആളുകളാണ്. ഒരു സൈന്യത്തോടൊപ്പമെന്നല്ല അയക്കുന്നത്. ബുദ്ധി കൊണ്ടും കുശാഗ്ര ബുദ്ധി കൊണ്ടും കുടിലതന്ത്രങ്ങൾ കൊണ്ടും നേരിടാൻ വേണ്ടിയാണ് അയാളെ പറഞ്ഞയക്കുന്നത്. അയാൾ 17 ആളുമായി കൂഫയിലേക്ക് വന്നു. അയാൾ കൂഫയിലേക്ക് വരുന്നത് ഹുസൈനാണ് എന്ന് തെറ്റിദ്ധരിച്ച് കൂഫക്കാരെ മുഴുവൻ തടിച്ചുകൂടുകയും അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ 17 ആളുകൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾ, നിങ്ങൾക്ക് നാശം, ഇത് നിങ്ങളുടെ ഗവർണറാണ്, പുതിയ ഗവർണറാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പിരിഞ്ഞുപോയി. ഈ ഇബ്നു സിയാദിന്റെ ഒന്നാമത്തെ കർത്തവ്യം എന്തായിരുന്നു? ഈ മുസ്ലിം ഇബ്നു അഖീലിനെ കണ്ടെത്തുക. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച മുസ്ലിം ഇബ്നു അഖീലിനെ കണ്ടെത്തുക എന്നതായിരുന്നു ഒന്നാമത്തെ ദൗത്യം. അതിന് ഇയാൾ കണ്ടെത്തിയ മാർഗം എന്താണ്? ഈ 17 പേരിൽ ഒരാളുടെ കൈ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. എന്നിട്ട് ഇയാളെ ഒരു യാത്രക്കാരനായി വേഷപ്രച്ഛന്നനാക്കി. എന്നിട്ട് അയാളോട് പറഞ്ഞു, നീ കൂഫക്കാർക്കിടയിൽ സഞ്ചരിക്കണം, ഒരു ചാരനായി, ഒരു സ്പൈ ആയി നീ കൂഫക്കാർക്കിടയിൽ സഞ്ചരിക്കണം. എന്നിട്ട് നീ പറയണം, ഞാൻ ഹുസൈനിന്റെ അനുഭാവിയാണ്, ഞാൻ ഹുസൈനിന്റെ ഒരു അദ്ദേഹത്തെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഈ ധനം, ഈ സമ്പത്ത് എനിക്ക് അദ്ദേഹത്തിന് കൈമാറേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളെ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ സമ്പത്ത് അയാൾക്ക് കൈമാറാം എന്ന് പറഞ്ഞ് അവസാനം മുസ്ലിം ഇബ്നു അഖീലിനെ ഈ മനുഷ്യൻ കണ്ടെത്തുകയാണ്, ഈ ചാരൻ കണ്ടെത്തുകയാണ്. മുസ്ലിം ഇബ്നു അഖീൽ എവിടെയാണ് താമസിക്കുന്നത്? ഹാനി ഇബ്നു ഉർവ എന്ന് പറയുന്ന ഉമവികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന, ഉമവികളോട് പുറത്ത് അനുസരണയും അനുകമ്പയും കാണിക്കുകയും എന്നാൽ ഉള്ളിൽ അലി റളിയല്ലാഹു അൻഹുവിനോടും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയോടും കൂറ് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഹാനി ഇബ്നു ഉർവ. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഈ മുസ്ലിം ഇബ്നു അഖീൽ താമസിച്ചിരുന്നതും. അദ്ദേഹത്തെ കണ്ടെത്തുകയും ആ പണം കൈമാറിയ ഉടനെ ഈ ചാരൻ ഇബ്നു സിയാദിന്റെ അടുത്ത് വന്നിട്ട്, ഈ മുസ്ലിം ഇബ്നു അഖീൽ ഒളിഞ്ഞു താമസിക്കുന്നത് മറ്റെവിടെയുമല്ല, അങ്ങയുടെ മന്ത്രിസഭയിലുള്ള അല്ലെങ്കിൽ അങ്ങയുടെ പാർലമെന്റിലുള്ള അങ്ങയുടെ കൂടെയുള്ള ഹാനി ഇബ്നു ഉർവയുടെ വീട്ടിലാണ് മുസ്ലിം ഇബ്നു അഖീൽ നിൽക്കുന്നത് എന്ന വിവരം കൊടുക്കുകയും ചെയ്തു. അധികം താമസിയാതെ ഇബ്നു സിയാദ് സൈന്യത്തെ അയക്കുകയും ഹാനി ഇബ്നു ഉർവയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിന്റെ ഗോത്രവർഗക്കാർ കൊട്ടാരത്തിന്റെ ഗേറ്റ് വളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നേതാവിനെ വിട്ടു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിപ്ലവം നടത്തും, ഞങ്ങൾ കലാപം നടത്തും, അതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞു. ആ സമയം ഇബ്നു സിയാദ് എന്ന കുടിലതന്ത്രക്കാരൻ അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നേതാവിനെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ മുസ്ലിം ഇബ്നു അഖീലിനെ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗോത്രക്കാരനെ ഞാൻ വിട്ടുതരാം, എനിക്ക് അദ്ദേഹത്തെ വേണമെന്നില്ല എന്ന് പറഞ്ഞു. ആ നിമിഷം മുസ്ലിം ഇബ്നു അഖീൽ മനസ്സിലാക്കി ഇവിടെ നിന്നാൽ അപകടമാണ് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം തന്റെ കൂടെയുള്ള തന്റെ അനുയായികളെ, തന്നെ സഹായിക്കാമെന്ന ആളുകളെ വിളിക്കുകയും ചെയ്തു. അവർ തമ്മിൽ ഒരു രഹസ്യ കോഡ് ഉണ്ടാക്കിയിരുന്നു. ആ കോഡ് ചരിത്രകാരന്മാർ പറയുന്നത് യാ മൻസൂർ അമിത് എന്നാണ്. യാ മൻസൂർ അമിത് എന്ന കോഡ് ഭാഷയിലൂടെ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്ത പട്ടാളക്കാരെ മുഴുവൻ അദ്ദേഹം വിവരമറിയിച്ചു. 12,000 ആളുകളിൽ നിന്ന് 4,000 ആളുകൾ മുസ്ലിം ഇബ്നു അഖീലിനെ സഹായിക്കാൻ വേണ്ടി ആയുധധാരികളായി അദ്ദേഹത്തിനോടൊപ്പം എത്തി. അദ്ദേഹം
ഇബ്നു സിയാദിന്റെ കൊട്ടാരം വളഞ്ഞു. ഈ സമയം കുശാഗ്ര ബുദ്ധിക്കാരനായ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറുക്കന്റെ ബുദ്ധിയും കരടിയുടെ ക്രൂരതയുമുള്ള ഇബ്നു സിയാദ്, ആ ഇബ്നു സിയാദ് ചെയ്തത് എന്താണ്? മുസ്ലിം ഇബ്നു അഖീലിന്റെ പിന്നിലുള്ള 4000-ഓളം വരുന്ന ആളുകളുടെ ഗോത്രങ്ങൾ ഏതാണെന്ന് പഠിച്ചു. എന്നിട്ട് ആ ഗോത്രങ്ങളിലെ നേതാക്കന്മാരെയും അവിടെ സ്വാധീനമുള്ള ആളുകളെയും കണ്ടെത്തുകയും അവർക്ക് കൈക്കൂലി നൽകുകയും അവർക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്യുകയും ഈ 4000-ഓളം വരുന്ന ആളുകളെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ചരിത്രം പറയുന്നു, ഞെട്ടലുളവാക്കുന്ന കഥയാണ്. പിന്നീട് ഈ 4000-ഓളം ആളുകളിൽ നിന്ന് മഗ്രിബ് ആകുമ്പോഴേക്ക് കേവലം 30 ആളുകൾ മാത്രം ബാക്കിയായി. ബാക്കി എല്ലാവരെയും ഇയാൾ കൈക്കൂലി കൊടുത്ത് വശത്താക്കി പിരിച്ചുവിട്ട് കളഞ്ഞു. 30 ആളുകൾ മാത്രം. ഇശാ നമസ്കാരമാകുമ്പോഴേക്ക് ഈ മുസ്ലിം ഇബ്നു അഖീലും 10 ആളുകളും ബാക്കിയായി. അദ്ദേഹം ഒളിത്താമസത്തിന് വേണ്ടി തന്റെ അനുകൂലികളുടെ വീട് തെരഞ്ഞു പോയപ്പോ പിന്നോട്ട് നോക്കുമ്പോ ഒരാൾ പോലും അദ്ദേഹത്തിന്റെ കീഴിലില്ല. അദ്ദേഹം ഒറ്റക്കായി. അവസാനം കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കയ്യിലൊരു നാണയത്തൊട്ട് പോലും ഇല്ലാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുജൻ, അദ്ദേഹത്തിന്റെ മച്ചിനൻ യാചകനായി, ഭിക്ഷകനായി കൂഫയുടെ തെരുവീതികളിലൂടെ നടന്നു. എന്നിട്ടൊരു വൃദ്ധയുടെ വീട്ടിലേക്ക് കയറി അവിടെ വാതിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു, ഞാനൊരു യാചകനാണ്, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരണം, എനിക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണം തരണം. അവര് വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. എന്നിട്ടും ഇദ്ദേഹം പോകുന്നില്ല. അവര് ചോദിച്ചു, എന്താ വെള്ളം കിട്ടിയില്ലേ, ഭക്ഷണം കിട്ടിയില്ലേ, പിന്നെ എന്താ പോവാത്തത്? മുസ്ലിം ഇബ്നു അഖീൽ പറഞ്ഞു, ഞാൻ മുസ്ലിം ഇബ്നു അഖീലാണ്, എന്നെ എന്റെ അനുയായികൾ ചതിച്ചു, എന്നെ നിങ്ങൾ സംരക്ഷിക്കണം. ആ വൃദ്ധക്ക് അദ്ദേഹത്തോട് അലിവ് തോന്നി, പാവം തോന്നി. പക്ഷെ ആ വൃദ്ധ എന്ത് ചെയ്യാനാണ്? അവർ അദ്ദേഹത്തെ വിളിക്കുകയും വീടിന്റെ ഉള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്, ആ വൃദ്ധക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ വന്നപ്പോ വൃദ്ധ പറഞ്ഞു, മോനെ, മുസ്ലിം ഇബ്നു അഖീൽ നമ്മുടെ വീട്ടിലുണ്ട്, നീ ഇബ്നു സിയാദിന് വിവരം കൊടുക്കരുത്, കാരണം അവർ അദ്ദേഹത്തെ കൊന്നുകളയും. പക്ഷെ ഈ മകൻ വലിയ പ്രതിഫലം കിട്ടുമെന്നറിയാം മുസ്ലിം ഇബ്നു അഖീലിനെ പിടിച്ചു കൊടുത്താൽ, അതുകൊണ്ട് നമസ്കരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇബ്നു സിയാദിന് വിവരം കൊടുക്കുകയും ഇബ്നു സിയാദ് തന്റെ പട്ടാളക്കാരുമായി വന്ന് മുസ്ലിം ഇബ്നു അഖീലിനെ പിടിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്നത് ദുൽഹജ്ജ് 8-നാണ്. ഈ ദുൽഹജ്ജ് 8-ന് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയം മുസ്ലിം ഇബ്നു അഖീൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരിൽ കുറച്ച് മനസ്സലിവുള്ള ഒരാൾ, അൽ ഇബ്നു അഷ്അദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, ഒരേ ഒരു ഉപകാരം, ഞാൻ കൊല്ലപ്പെട്ടേക്കാം, പ്രശ്നമില്ല, എന്നെ നിങ്ങൾ തടവുകാരനായി പിടിച്ചോളൂ, പ്രശ്നമില്ല, ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്യണം. എന്താണ്? ഹുസൈനെ വിവരം അറിയിക്കണം. അദ്ദേഹത്തോട് പറയണം മക്കയിൽ നിന്ന് പുറപ്പെടരുത് എന്ന്, ഞാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന് കൊടുക്കണം, കൂഫക്കാരെ ചതിച്ചിട്ടുണ്ട് എന്ന വിവരം അദ്ദേഹത്തിന് കൊടുക്കണം, അദ്ദേഹത്തോട് പുറപ്പെടരുത് എന്ന് പറയണം. ഇബ്നു അഷ്അദ് പറഞ്ഞു, തീർച്ചയായും ഞാനത് ചെയ്യാം, താങ്കൾ വിഷമിക്കേണ്ടതില്ല എന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ ദുൽഹജ്ജ് 9-ന് മുസ്ലിം ഇബ്നു അഖീലിനെ കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് ഏറ്റവും മോശമായ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നതാണ് ചരിത്രം. ഈ സമയം ഈ ദുൽഹജ്ജ് 8-നാണ് ആര് പുറപ്പെടുന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പുറപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു വിവരമില്ല അവിടെ നടക്കുന്നത് എന്താണെന്ന്. കാരണം അദ്ദേഹത്തോട് മുസ്ലിം പറഞ്ഞിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആണ്, താങ്കൾ വന്നോളൂ. ഈ പറഞ്ഞ ആളിന്റെ സന്ദേശത്തിനെങ്കിൽ ഇനിയും ദിവസങ്ങൾ കഴിയണം, ഫോണോ മെസ്സേജോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അദ്ദേഹം പുറപ്പെട്ടു. പക്ഷെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പുറപ്പെടുമ്പോ അന്ന് ജീവിച്ചിരുന്ന പ്രമുഖരായ സ്വഹാബിവര്യന്മാര് മുഴുവനും അദ്ദേഹത്തോട് പറഞ്ഞു, ഹുസൈൻ താങ്കൾ പോകരുത്, താങ്കൾ പോകരുത്. അദ്ദേഹത്തിന്റെ ഒരു അനുജൻ ഉണ്ടായിരുന്നു, മുഹമ്മദ് ഇബ്നു ഹനഫിയ എന്ന് പറയുന്ന ഒരു അനുജൻ. ആ അനുജൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഭാര്യയിലുണ്ടായ മകനാണ്. ആ മകൻ അദ്ദേഹത്തെ മക്കയുടെ അതിർത്തി വരെ പിന്തുടർന്നിട്ട് പറഞ്ഞു, സഹോദര നിങ്ങൾ പോകരുത്, നിങ്ങൾ പോകരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉപദേശിച്ചു, പോകരുത്. അവസാനം മുത്തബിഉ സുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മക്കയുടെ അതിർത്തിയിൽ തടഞ്ഞു വെച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹുസൈൻ താങ്കൾ പോകരുത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശമുണ്ട്, ചരിത്ര പ്രസിദ്ധമാണ്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വിവേകവും പക്വതയുമുള്ള മനുഷ്യനാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരൊറ്റ സംഭവം മാത്രം മതി. അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കാണ്, നിന്റെ ഉപ്പാപ്പ, അതായത് ഞങ്ങളുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മരണശയ്യയിലായിരുന്നപ്പോ അള്ളാഹു അദ്ദേഹത്തിന് 2 ചോയ്സ് നൽകി. എന്താണ്? ഒന്നുകിൽ അങ്ങേക്ക് ദുനിയാവ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അങ്ങേക്ക് ആഖിറം തിരഞ്ഞെടുക്കാം. നിന്റെ ഉപ്പാപ്പ തിരഞ്ഞെടുത്തത് ആഖിറമാണ്. അതുകൊണ്ട് തന്നെ ഹുസൈൻ അദ്ദേഹം അത് തിരഞ്ഞെടുത്തപ്പോ നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് അത് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ് ഹുസൈൻ താങ്കൾ, അതുകൊണ്ട് താങ്കൾക്ക് കൂടി വേണ്ടിയാണ് അദ്ദേഹം അത് തിരഞ്ഞെടുത്തത്. ഈ ഭൂമിയിൽ രാജാക്കന്മാരാവുക എന്നത് നിങ്ങൾക്ക് വേണ്ടി റസൂൽ
തെരഞ്ഞെടുത്തിട്ടില്ല, അധികാരം എന്നത് നിങ്ങൾക്ക് വേണ്ടി റസൂൽ തെരഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ട് താങ്കൾ തിരിച്ചു വരണം, ഇതിന് മുന്നോട്ട് പോകരുത് എന്ന് അദ്ദേഹം ഉപദേശം നോക്കിയെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ട് കാരണമാണ് പറഞ്ഞത് അവരോടെല്ലാം. ഒന്നാമത്തെ കാരണം, ഇത്രയും കത്തുകൾ ഞാൻ എങ്ങനെ അവഗണിക്കും, ഇത്രയും കത്തുകൾ ഞാൻ എങ്ങനെ അവഗണിക്കും. രണ്ടാമത്തെ കാരണം, പരിശുദ്ധ ഹറമിന്റെ പരിസരത്ത് വെച്ച് ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മക്കയുടെ പുറത്തു പോയി അവരെന്നെ കൊല്ലട്ടെ എന്നായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി. പ്രിയപ്പെട്ടവരെ, ഇറാഖിലെത്തിയപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ദൂതനെ പറഞ്ഞയച്ചു. ആ ദൂതൻ പിടിക്കപ്പെടുകയും ഇബ്നു സിയാദ് ആ ദൂതനെ കൊല്ലുകയും ചെയ്തു. രണ്ടാമത്തെ ദൂതനെയും പറഞ്ഞയച്ചു. ആ ദൂതനെയും പിടിക്കുകയും അയാളെയും കൊന്നുകളയുകയും ചെയ്തു. അവസാനം കൂഫയുടെ അതിർത്തി പ്രദേശത്തെത്തിയപ്പോ ഇബ്നു അൽ അഷ്അദിന്റെ സന്ദേശം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടി. എന്താണ് ആ സന്ദേശം? മുസ്ലിം ഇബ്നു അഖീൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൂഫക്കാര് ചതിച്ചിട്ടുണ്ട്, ഇവിടെ ആകെ പ്രശ്നമാണ്, കുഴപ്പമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകരുത് എന്ന വിവരം കൂഫയുടെ പുറത്തെത്തിയപ്പോഴാണ് ആർക്ക് കിട്ടുന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്നത്. അദ്ദേഹം തന്റെ കൂടെയുള്ള 100ഓളം വരുന്ന ചെറു സംഘത്തോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കാണ്, തിരിച്ചു പോകുന്ന ആളുകൾക്ക് തിരിച്ചു പോകാം, അഹ്ലു ബൈത്ത് ഒഴികെ, അദ്ദേഹത്തിന്റെ രക്തബന്ധുക്കൾ ഒഴികെ ബാക്കി എല്ലാവരും തിരിച്ചു പോകുകയും അദ്ദേഹത്തിന്റെ രക്തബന്ധുക്കൾ മാത്രം ബാക്കിയാവുകയും ചെയ്തു. ഇവിടെ വേറൊരു സ്ഥലത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ഒരു സൈന്യത്തെ ഇബ്നു സിയാദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും കൊല്ലാനും നേരിടാനും വേണ്ടി വഴിതിരിച്ചു വിട്ടു. ഇവിടെയാണ് പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത്. ഈ സൈന്യ സംഘത്തിന്റെ നേതാവ് ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസ്, സഅദ് ഇബ്നു അബി വഖാസിന്റെ മകനാണ് ഉമർ. അദ്ദേഹമായിരുന്നു ഈ സൈന്യത്തിന്റെ തലവൻ. അദ്ദേഹത്തിന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണമെന്ന് തീരെ ആഗ്രഹമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് അതിന് ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അദ്ദേഹം ചർച്ച നടത്തി. അദ്ദേഹം ദൂതനെ അയച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ വന്നത്? വളരെ കൃത്യമായ മറുപടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ വന്നത് കൂഫക്കാര് വിളിച്ചിട്ടാണ്, അവർക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം, എനിക്ക് ഒരു യുദ്ധത്തിന് ആഗ്രഹമില്ല എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇബ്നു സിയാദിന്റെ അടുത്തേക്ക് ഈ കാര്യം പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഇവിടെ വന്ന് കൊട്ടാരത്തിൽ വന്ന് എന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തിട്ടല്ലാതെ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് അയാൾ തിരിച്ചു മറുപടി പറഞ്ഞു. ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് ചെയ്യില്ല. കാരണം മദീനയിലായിരുന്നപ്പോ ബൈഅത്ത് ചെയ്യാൻ അദ്ദേഹം വിസമ്മതിച്ചു. പക്ഷെ ഇപ്പോ സ്വന്തം ജീവന് ഭീഷണി ഉണ്ടാകുമ്പോൾ ഭീരുവായി പോയിട്ട് ബൈഅത്ത് ചെയ്യാൻ ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറാവുകയില്ലല്ലോ. വീണ്ടും ഉമർ തിരിച്ചു വന്നു. ഉമർ ഇബ്നു സഅദ് തിരിച്ചു വന്നു. അദ്ദേഹത്തോട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് വെക്കാം, ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നെ അനുവദിച്ചാൽ മതി. ഒന്നുകിൽ ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ എന്നെ മുആവിയയുടെ യസീദിന്റെ അടുത്തേക്ക് നേരിട്ട് കൊണ്ടുപോകുക, അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു കൊള്ളാം. മൂന്നാമത്തത്, ഇത് രണ്ടും പറ്റൂലെങ്കിൽ എന്നെ നിങ്ങൾ നാട് കടത്തിക്കോ, ഞാൻ എവിടെയെങ്കിലും ഇബാദത്ത് ചെയ്ത് ജീവിച്ചോളാം. ഈ 3 കാര്യങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ ഇബ്നു സഅദ് ഇബ്നു സിയാദിന്റെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞപ്പോ ആ ക്രൂരനും കിരാതനുമായ മനുഷ്യൻ ഇത് 3 തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്ത് മരിക്കുക, അല്ലെങ്കിൽ എന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യുക. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു ഓപ്ഷൻ ഹുസൈനിനില്ല എന്ന് അയാൾ തറപ്പിച്ച് പറയുകയും ഷിമർ എന്ന് പേരുള്ള ഒരു സൈന്യനായകനെ, ക്രൂരനാണ് അയാൾ, ആ ഷിമർ എന്ന പേരുള്ള സൈന്യനായകനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മുഹറം 10 ആ ക്രൂരമായ കൂട്ടക്കൊല നടക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റിലും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകൾ ചുറ്റിലും നിന്നു. അവരോരോരുത്തരായി മരിച്ചു വീണു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രം ബാക്കിയാവുകയാണ്. അദ്ദേഹത്തെ ആര് കൊല്ലും? എല്ലാവരും ഇങ്ങനെ മാറി മാറി പോകുന്നു. അവസാനം ഷിമറും സിനാൻ എന്ന് പറയുന്ന, സിനാൻ ഇബ്നു അനസ് എന്ന് പറയുന്ന ഈ 2 കാബാലികരായ 2 ആളുകൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, പ്രവാചകന്റെ പൗത്രനെ തലങ്ങും വിലങ്ങും വെട്ടുകയും അവർ ക്രൂരമായി കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുകയും ചെയ്തു. എന്നിട്ടും പോരാഞ്ഞ് അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയറുത്തെടുത്തുകൊണ്ട് ഒരു പാത്രത്തിൽ വെച്ച് ഇബ്നു സിയാദിന് സമ്മാനിച്ചു.
ഇബ്നു സിയാദിന് ഇത് സമ്മാനമായി കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയിലേക്ക് ഒരു വടിയെടുത്ത് ആ തലയിലേക്ക് ഇങ്ങനെ അടിച്ചു. എന്നിട്ട് വളരെ മോശമായ വൃത്തികെട്ട വർത്താനങ്ങൾ പറയാൻ തുടങ്ങി. ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ആ സമയത്ത് സദസ്സിലുണ്ടായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വൈകാരികമായി വിളിച്ചു പറഞ്ഞു, അല്ലയോ ഇബ്നു സിയാദ്, നീ ഇപ്പോൾ ആ തലക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ആ തലയുണ്ടല്ലോ, ആ തലയിൽ അല്ലാഹുവിന്റെ റസൂല് വികാരഭരിതനായി ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ തലയെ പ്രവാചകൻ ചേർത്ത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹുസൈനെ പോലെ പ്രവാചകനുമായി രൂപസാദൃശ്യമുള്ള മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ക്രൂരതയാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയ ക്രൂരതയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇത് നടക്കുന്നത്. ഹിജ്റ 62-ാം വർഷം മുഹറം 10-ാം തീയതിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് ആരാണ് കുറ്റക്കാർ? അതിന് ചരിത്രത്തിൽ വ്യക്തമായ തെളിവുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മക്കയിലേക്ക് ഹജ്ജിന് വന്ന ഒരാൾ ചോദിക്കാണ്, ഇഹ്റാമിലുള്ള ഒരാൾ ചോദിക്കാണ്, ഈ കൊതുകിനെ അടിച്ചു കൊന്നാൽ ഞാൻ എന്റെ ഇഹ്റാം നഷ്ടപ്പെട്ടു പോവോ? ഇബ്നു ഉമർ തിരിച്ചു ചോദിച്ചു, നീ എവിടെ നിന്നാണ്? ഞാൻ കൂഫയിൽ നിന്നാണ്. അദ്ദേഹം പറയാണ്, വല്ലാത്ത അത്ഭുതം, സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടിയെ നിങ്ങൾ കൊന്നു, എന്നിട്ട് നിങ്ങൾ ഒരു കൊതുകിന്റെ രക്തത്തിന് പ്രശ്നമുണ്ടോ നിങ്ങൾ എന്നോട് ചോദിക്കാണോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിക്കാണ്. പ്രിയപ്പെട്ടവരെ, കർബലയിൽ 6 ദിവസം നിസ്സഹായരായി അഹ്ലുൽ ബൈത്ത് ഉണ്ടായപ്പോ ഈ ചതിയന്മാരായ കൂഫക്കാർ അവരനങ്ങിയില്ല. അവരൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അഹ്ലുൽ ബൈത്തിന്റെ രക്തം, ആ രക്തം കൊണ്ട് കർബല മലിനമാകാതെ നോക്കമായിരുന്നു, ആ വലിയ രക്തച്ചൊരിച്ചിൽ ഇല്ലാതാക്കാമായിരുന്നു. അവരാരും അനങ്ങിയില്ല, അവരെല്ലാവരും കൈയൊഴിഞ്ഞു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞപ്പോ ഈ വിഭാഗം ആളുകൾക്ക് ബുദ്ധി ഉദിച്ചു. ഇവർ പകരം വിട്ടാൻ പോവാൻ ആരെ? അന്ന് ഹുസൈൻ റളിയല്ലാഹുവിനെ കൂട്ടക്കൊല ചെയ്ത ആളുകളെ മുഴുവൻ. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് കർബലയിൽ വെച്ച് അവർ സ്വന്തം ആക്രമിക്കാനും ഉറക്കെ കരയാനും നിലവിളിക്കാനും തുടങ്ങി. അവിടെയാണ് യഥാർത്ഥത്തിൽ ഷിയായിസം എന്ന ആദർശം പിറക്കുന്നത്. അവിടെയാണ്. അതുവരെ ഷിയാത്തു അലി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം മാത്രമാണ്. ഈ സമയത്തോടു കൂടി എന്ത് ചെയ്തു? ഷിയായിസം എന്ന ആദർശം അവിടെ പിറന്നു. ഇന്നും അവർ തുടർന്നു പോകുന്നുണ്ട്. മുഹറം 10 കഴിഞ്ഞാൽ വാളെടുത്ത് സ്വന്തം മുറിവേൽപ്പിക്കുക. യഥാർത്ഥത്തിൽ അതിനെ കൊണ്ടൊരു കാര്യമില്ലല്ലോ. ഇതുപോലെ വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അവർ വീണ്ടും വിളിച്ചു മക്കയിൽ നിന്ന്. അദ്ദേഹം മാത്രമാണ് ഈ കൂട്ടക്കൊലന്ന് രക്ഷപ്പെട്ടത്. അദ്ദേഹം വന്നു. ഇതേപോലെ അബ്ബാസികളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും കൊല്ലപ്പെടുകയാണ്. എന്തിനാ കൊല്ലപ്പെട്ടത്? അദ്ദേഹം കൂഫയിലെത്തിയപ്പോൾ അവർ ചോദിച്ചു, അബൂബക്കറിനെയും ഉമറിനെയും ചീത്ത വിളിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവരെ കാഫിറുകൾ വിളിക്കാൻ, കാഫിർ എന്ന് വിളിക്കാൻ നിങ്ങൾ തയ്യാറാണോ? സെയ്ദ് ഇബ്നു ഹുസൈൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ തയ്യാറല്ല. അവർ അള്ളാന്റെ റസൂലിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ്, അനുയായികളാണ്, അതിന് ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോ അവർ സെയ്ദ് ഇബ്നു ഹുസൈനെ കൈയൊഴിയുകയും അബ്ബാസികൾ സെയ്ദിനെ കൊല നടത്തുകയും ചെയ്തു. ഇവിടെ നിന്നാണ് സെയ്ദി പാരമ്പര്യമുള്ള ഷിയായിസം തുടങ്ങുന്നത്. ആ ഷിയായിസത്തിൽ ഒരിക്കലും അബൂബക്കർ സിദ്ദീഖിനെയോ ഉമർ ഇബ്നു അൽ ഖത്താബിനെയോ തെറിവിളിക്കുകയോ കാഫിറുകളാക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ കർബലയുടെ പശ്ചാത്തലത്തിലാണ് ഷിയായിസം എന്ന ഇസ്ലാമിക വിരുദ്ധമായ ഒരു ആശയത്തിന്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. വലിയ ആ ദുരന്തം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ റളിയല്ലാഹുവിന്റെ പക്ഷത്താണ്, യാതൊരു സംശയമില്ലാതെ. നമ്മൾ ഒരിക്കലും യസീദിനെ സ്നേഹിക്കുന്നില്ല, നമ്മൾ ഒരിക്കലും ഇബ്നു സിയാദിനെ സ്നേഹിക്കുന്നില്ല. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിച്ചു, നമുക്ക് യസീദിനെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തിരിച്ചു ചോദിച്ചു എന്നാണ്, ഈമാനുള്ള ആരെങ്കിലും യസീദിനെ സ്നേഹിക്കോ? എന്നാ അദ്ദേഹത്തെ ശപിക്കാൻ പറ്റോ? അപ്പൊ അഹ്മദ് ഇബ്നു ഹംബൽ മറുപടി പറഞ്ഞു, നീ നിന്റെ വാപ്പ ആരെങ്കിലും പേരെടുത്ത് ശപിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ എന്ന് മാത്രം പറയുക, അക്രമകാരികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറയുക. ഇതാണ് കർബലയുടെ സംഭവം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു മനസ്സിലാക്കി തരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക